ദിവസവും ആഹാരം തരുന്ന എന്നോട് തന്നെ വേണം നീ സ്വഭാവം കാണിക്കാൻ. എടാ, കാട്ടിക്കിടന്ന് നിന്നെ ഇവിടെ പിടിച്ചുകൊണ്ടിരുന്ന് രാജോജ്യമായി വളർത്തി മനുഷ്യന് നിന്ന് ആഹാരമൊക്കെ തന്നപ്പോ നീ മനുഷ്യന്റെ സ്വഭാവം കാണിക്കുന്നു അല്ലേ? നിന്റെ ജോലിച്ചോന്ന് നോക്കാൻ അവിടെ സമയമില്ല. വേഗം കൂട് കഴിവ് വൃത്തിയാക്ക്. കൂലി വരാറായി. കുട്ടപ്പ എന്താ സാറേ, അവളുടെ ഭർത്താവ് ഞാനാ, പിന്നെ അവളുടെ കൊച്ചിനെങ്ങനെ വേറെ അച്ഛനാകുന്നത്? അത് സാധ്യമല്ല. ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം കണ്ടുകൊണ്ട് മക്കളെ തിരിഞ്ഞു പിടിക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട്. അത് നടപ്പില്ല. എന്തുകൊണ്ട് പാടില്ല? ഇതിന്റെ മുതലാളിയുടെ സ്വഭാവമുള്ള മോഹനാ അവരുടെ മകൻ. മോഹന് തൊഴിലാളിയുടെ ഗുണമുണ്ടല്ലോ. സ്വല്പം കണ്ടേക്കാം. സ്വല്പം. ഈ മോഹൻ ഇപ്പൊ എവിടെയാണെന്ന് സാറിന് അറിയാമോ? എവിടാ? ശാന്താശുപത്രിയിലെ. എല്ലാം ഭേദമായെന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ചയച്ചു. എങ്കിൽ പിന്നെ എന്തിനീ കഴിച്ചങ്ങളാ? പൊയ്ക്കോളാൻ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ തിടുക്കത്തിൽ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. തിടുക്കത്തിൽ പോന്നതോ അതോ ഒളിച്ചോടി പോന്നതോ? ഭ്രാന്തില്ലെങ്കിൽ പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ. സർട്ടിഫിക്കറ്റ് തരാൻ ഞങ്ങൾ സ്കൂളിൽ നിന്നിട്ടാണ് വരുന്നത്. അമ്മ ഇവനോട് പറഞ്ഞങ്ങനെ ഇങ്ങനെ സംസാരിക്കരുത്. അമ്മേ, ഞാൻ ഒരുപാട് നാളെ ട്രപ്പീസിലാടിയിട്ട് ഇന്നത്തെ ഷോയ്ക്ക് ഞാനാണ് ട്രപ്പീസിലാടുന്നത്. വേണ്ട മോനെ, നീ അന്ന് ആടിയപ്പോ നടന്ന അത്യാഹിതം മറന്നു. ഇല്ലമ്മേ, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന് ട്രപ്പീസിലാടണം, പിന്നെ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഭ്രാന്തില്ലാന്ന് തെളിയിക്കണം. ഒന്ന് സമ്മതിക്കുമോ അമ്മേ? പ്ലീസ്. ശരി, സൂക്ഷിച്ചു വേണം. അമ്മേ, എന്താണമ്മേ ഇത്? ഈ ഭ്രാന്ത ഇനിയും ട്രപ്പീസിലാടി അന്നത്തെ പോലെ ഇനിയും ഒരു പെണ്ണിനെ കൊല്ലണമെന്നായിരിക്കും. നീ ഒന്ന് വെറുതെ ഇരി. അവനോടൊത്ത് ഏതെങ്കിലും പെണ്ണ് ആടാൻ സമ്മതിച്ചാലല്ലേ. ആരും സമ്മതിക്കാനും പോണില്ല, അവൻ ആടാനും പോണില്ല. ആന പ്രസവിച്ചിരിക്കുന്ന കണ്ടോടാ, നല്ലൊരു ഒന്നാന്തര ആൺകുട്ടി. എത്രയോ വർഷം കൂടുമ്പോഴാണ് ഒരിക്കൽ ആന പ്രസവിക്കുന്നത് നിനക്കറിയാമോ? മനുഷ്യന്റെ സ്ഥിതി അതല്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യന്മാര് 10-ാം മാസം പുട്ടിയിടുന്ന പോലെ ചുട്ടുകൊണ്ടിരിക്കുകയല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ പ്രസവിക്കുന്നതായി ആന പ്രസവിച്ചാൽ ഈ നാട്ടിൽ ആനയെ തെരഞ്ഞിട്ട് നടക്കാനൊക്കെയില്ല. ശരി, അതിരിക്കട്ടെ. ഈ ആനക്ക് കുടുംബാസൂത്രണ പദ്ധതിയില്ലേ? സന്താന നിയന്ത്രണമൊന്നുമില്ല. അത് പ്രകൃതിദത്തമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. 12 വർഷത്തിലൊരിക്കൽ പ്രസവിക്കും. ഇവിടെ ഉള്ള വയറ് വെച്ചിട്ട് തന്നെ നടക്കാൻ നിവൃത്തില്ല. അപ്പൊ ഈ ആനയെ സമ്മതിക്കണം. ആ ആന കണ്ടോ പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കീഴിൽ നിന്ന് മാറ്റാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ ആന ആരെങ്കിലും തന്റെ കുട്ടിയെ മാറ്റി കുഴപ്പത്തിലാക്കുമോ എന്ന് വിചാരിച്ചായിരിക്കും. ശരിയായിരിക്കും. ആളുകൾ പറയുന്ന പോലെ എനിക്ക് ഭ്രാന്തില്ല. എന്റെ കൂടെ ഒന്ന് ട്രപ്പീസിലാടാൻ വരും പ്ലീസ്. രജനി, നീയെങ്കിലും എന്റെ കൂടെ വരും പ്ലീസ്. മഞ്ജു, ഇനി നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഭ്രാന്തില്ലെന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരേ ഒരു അവസരമാണ്. നീ എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ് മഞ്ജു, പ്ലീസ്. ഒരൊറ്റ പ്രാവശ്യത്തേക്ക് സമ്മതിക്കും. നീ ഒന്നെന്നോട് സഹകരിച്ചാൽ എന്നെ വീണ്ടും മനുഷ്യനാക്കി എന്ന് നിനക്ക് അഭിമാനിക്കാം. ഓക്കേ. താങ്ക് യു മഞ്ജു, താങ്ക് യു. അയ്യോ മഞ്ജു, എന്തോ? അറിയാതെ ചോദിക്കുകയാണ്. നിനക്ക് ജീവിക്കണമെന്ന് ആശയില്ലേ? കൊള്ളാമല്ലോ. നിങ്ങളോട് ആശയില്ലെന്നാണോ? എങ്കിൽ പിന്നെ ആ മോഹനോടത്ത് ട്രപ്പീസിലാടാൻ തീരുമാനിച്ചത്? ഓ അതോ, കരയുന്ന കുഞ്ഞിനെ അമ്മ കൊഞ്ചിക്കുമ്പോൾ മടിയിലിരിക്കുന്ന കുഞ്ഞ് കരയുമെന്ന് കേട്ടിട്ടുണ്ട്. ആട്ടെ, രാജനെന്താ ഇതിലൊരു അസൂയ? എനിക്കെന്തിനു അസൂയ? നീ അപകടം വലിച്ചു വരുത്തുകയാണെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നുവെന്നേ ഉള്ളൂ. ശ്മശാനം കാക്കുന്നവൻ ശവം കണ്ടാ ഭയപ്പെടാറില്ല. അപകടം സർക്കസുകാരുടെ കൂടെ പുറപ്പല്ലേ. സൂക്ഷിക്കണം എന്ന് പറയായിരുന്നു. ശരി. ദൈവം, ഞാൻ എന്നത്തെ പോലെ ഇന്നും സർക്കസ് കളിക്കാൻ പോകുന്നു. എന്റെ ജീവനെ അങ്ങയിൽ സമർപ്പിക്കുന്നു. എന്നെ രക്ഷിക്കണം.
മഞ്ജു 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 ഭാഗ്യം, ഈശ്വരൻ രക്ഷിച്ചു. ഹേമേ, ഹേമേ, അമ്മേ, മരിച്ചുപോയ ഹേമയെ ഞാൻ ജീവനോടെ കണ്ടു. മരിച്ചു മണ്ണടിഞ്ഞവളെ നീ എങ്ങനെ കണ്ടെന്ന? കാരണമില്ലാതെ നീ മഞ്ജുവിനെ കൊല്ലാനിരുന്നില്ലേ ഭ്രാന്ത? അമ്മേ, നീ ആഹാരമല്ലേ കഴിച്ചോ? വാ വന്ന് കഴിക്കേ. ഇല്ല, ഞാൻ ഒന്നും കഴിക്കത്തില്ല. എന്റെ മോൻ ഏതാണെന്നറിയാതെ ഞാൻ ഇനി ഒന്നും കഴിക്കത്തില്ല. നിനക്കറിയാവല്ലോ എന്റെ കുഞ്ഞിനെ, ഒന്ന് കാണിച്ചതാ. അത് ഞാനെങ്ങനെ അറിയാനാ? നീയാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി മുതലാളിയുടെ കുഞ്ഞിന്റെ കൂടെ കടത്തിയത്. നിനക്കറിയാം എന്റെ കുഞ്ഞിനെ. ആ രണ്ടിലൊന്ന് നിന്റെ കൊച്ചാ പോരെ? അത് ഏതാണെന്നൊന്ന് പറഞ്ഞതാ. ഓഹോ, പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എന്റെ കുഞ്ഞിനെ ഞാൻ എടുത്ത് വയ്ക്കും. എടി ലൂസേ, ഒരു മുത്തൊന്നും പറഞ്ഞ് നിന്റെ കുഞ്ഞിന് കിട്ടാൻ പോകുന്ന വലിയ സ്വത്ത് നീ നശിപ്പിക്കരുത് പറഞ്ഞേക്കാം. ഒരു പാവപ്പെട്ടവന്റെ മകനായി ജനിച്ച് പണക്കാരന്റെ അന്തസ്സോടുകൂടി വളരുന്നു. അതിന് അടയാളം കാണിച്ച് നീ നശിപ്പിക്കരുത് പറഞ്ഞേക്കാം. രണ്ടിലെന്നെ പിടി. എന്ത്? ഒന്ന് മോഹൻ, ഒന്ന് രാജൻ. രണ്ടിലേത് പിടിക്കുന്നോ അതാണ് എന്റെ മോൻ. എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. നീ ഒന്ന് ഊണ് കഴിക്കേ. ഇല്ല, എന്റെ കുഞ്ഞു വന്ന് എനിക്ക് ചോറ് തന്നാലേ ഞാൻ ഇനി കഴിക്കും. അല്ലാതെ എന്റെ ജീവൻ പോയാലും ഞാൻ ഒന്നും കഴിക്കത്തില്ല. ഓ, നീ നിരാഹാരം രക്ഷിക്കാൻ പോയി വന്ന് ഊണ് കഴിക്കടി. എനിക്ക് വേണ്ട, പോ. എന്നാ നീ പോയി തൊലയേ. ഇന്നു മുതൽ ഈ സർക്കസിൽ ഞാൻ രാജാവ്, നീ റാണി. ഈ സ്ഥാനത്തിന് വേണ്ടി ഇനി ഒരു മത്സരം ഉണ്ടാകാൻ പോകുന്നില്ല. കമോൺ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിങ്ങളുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ്. ഓക്കെ, അടുത്ത പ്രാവശ്യം വരണം. പിന്നെ തീർച്ചയായും ഐ വിൽ കം അഗൈൻ. ആരാവൻ? ഈസ് മൈ ഫാൻ. എന്റെ ആരാധകനാണ്. എല്ലാ ഷോയ്ക്കും വരും, എല്ലാ സ്ഥലത്തും വരും. എങ്കിൽ പിന്നെ അവൻ ആരാധകനല്ല, ഭ്രാന്തനാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അയാൾ ഒരു ഭ്രാന്തനല്ല, എന്റെ ആരാധകനാണ്. ഹീസ് മൈ ഫാൻ. അമ്മ ഒന്നും കഴിക്കുന്നില്ലെന്ന് കേട്ടു. ദാ, എന്റെ മോൻ വന്ന് ഓട്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ. അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അമ്മയുടെ മകൻ. ഏ? നീ എന്റെ മോനോ? ആ, രണ്ടിലെന്നെ പിടി. ആ, നീയാ എന്റെ മോൻ.